കൂടോത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയും രംഗത്ത് വന്നു. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ല. 21ാം നൂറ്റാണ്ടിൽ കൂടോത്രം വെച്ച് പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാമെന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണ്. കൂടോത്രം വയ്ക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പകുതി പണിയുണ്ട് എങ്കിൽ ഇവർക്കൊക്കെ നേതാക്കന്മാർ ആകാം എന്നും അബിൻ വർക്കി പരിഹസിച്ചു. കുറ്റ്യാടിയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അബിൻ വർക്കിയുടെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. പണിയെടുക്കാതെ ഈ പാർട്ടിയിൽ ഏതായാലും പാർട്ടി ഉണ്ടാവില്ല. കൂടോത്രം വെച്ചാലും പാർട്ടി ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ല, യാഥാർത്ഥ്യങ്ങളാണ്. കാരണം എന്താ? സത്യത്തിൽ നിങ്ങൾ ആലോചിക്കും, ഈ കൂടോത്രം വെക്കുന്നതിന് എന്നാ പാടാണ്. ഇപ്പൊ ഞാന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൂടോത്രം വെക്കാൻ തീരുമാനിക്കാം. അപ്പൊ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാള്, ജനന തീയതി, അതിന്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്ത് ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ പോയി കാണണം. ആ മന്ത്രവാദിയെ പോയി കണ്ട് എനിക്ക് വേണ്ട രീതിയിൽ ആ കൂടോത്രം ആക്കണം. അപ്പൊ അതിന് മന്ത്രവാദിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം. ഇനി ഞാൻ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി അവർ കുറെ സാധനങ്ങൾ തരുമല്ലോ, അതൊക്കെ ഞാൻ വളരെ സുരക്ഷിതമായി സീക്രട്ടായി ഞാൻ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാത്ത ദിവസം അയാളുടെ വീട്ടിൽ മതിലിയാടി കിടന്ന് ആ വീടിന്റെ കന്നിമൂല ഏതാണെന്ന് ഞാൻ നോക്കി ആ കന്നിമൂലയിൽ ചെന്ന് CCTV മറിച്ച് ഞാൻ കുഴിച്ചിടണം. അത് കുഴിച്ചിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്തി പിറ്റേന്നാൾ മുതൽ രാഹുൽ മാങ്കൂട്ടം നശിക്കണോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. എന്ന് ആലോചിച്ചേ. അത് മാത്രമല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം MP ആണെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ ചെന്ന് MP-യുടെ കട്ടിലിന് താഴെ ആരും കാണാതെ കൊണ്ടുവയ്ക്കണം. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ, KPCC ഓഫീസിൽ അവിടെ വെക്കണമെങ്കിൽ ഈ KPCC-യിൽ ഇത്രയും CCTV മറിച്ച് ഈ ഭാരവാഹികൾ മുഴുവൻ മറിച്ച് ഞാൻ ഇത് മുഴുവൻ അവിടെ കൊണ്ടുവയ്ക്കണം. സത്യത്തിൽ ഇത്രയും പണിയെടുത്താൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും. ഈ പണിയെടുത്താൽ മതി. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല സാധാരണ ഗതിയിൽ ഒരു പണിയെടുത്ത് മുമ്പോട്ട് പോകാൻ. സത്യത്തിൽ ഈ കൂടോത്രക്കാരൊക്കെ വിചാരിക്കുന്നത് ഇത് 21ാം നൂറ്റാണ്ടാണെന്നും 2024 ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തോട് സയന്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു തീർത്ത അല്ലെങ്കിൽ പ്രതിഫലിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയാണ് ഇത് എന്നുള്ളത് കണ്ടെത്തുകയാണ്. ഈ കൂടോത്രമൊക്കെ വരുമാനമാർഗമാക്കിയവരും മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയവരും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കൂടോത്രം ചെയ്തൊന്നും കാര്യമില്ല. നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ. 2 പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൂത്ത് തലത്തിൽ ഈ ഒരു പ്രവർത്തനത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി രൂപം കൊടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കേരളം പുറത്തുവിട്ട വാർത്തയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ വിവിധ വേദികളിലും സദസ്സിലുമൊക്കെ ഉണ്ടാകുന്നത്.